പാത്തും പതിയും വന്നാ നീ എന്റെ കണ്ണിൽ പെടില്ലെന്ന് കരുതിയോ? നിന്നോട് കുഴി പോയി കിടക്കാൻ പറഞ്ഞതല്ലേ? സ്വന്തമായിട്ട് കുഴിയില്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കുഴി പോയി കിടക്കടാ. നിങ്ങൾക്കുണ്ടല്ലോ ഒരു കുഴി, പിന്നെന്തിനാ നിങ്ങൾ കറങ്ങി നടക്കുന്നത്? ഞാൻ കറങ്ങും ഉറങ്ങും ഒക്കെ ചെയ്യും, അതൊക്കെ എന്റെ ഇഷ്ടാ. ഇതൊക്കെ ചോദിക്കാൻ നിനക്കെന്താ കാര്യം? കാര്യമുണ്ട്. നിങ്ങളെ പോലെ ഈ വീട്ടിൽ വരാൻ എനിക്ക് ഇത്തിരി അവകാശമുണ്ട്. അവകാശോ? എടാ, നായർ തറവാട്ടിൽ ഒരു നസ്രാണി പ്രയത്നം എന്താ അവകാശം? നസ്രാന്റെ ഹൃദയത്തിൽ നായർക്ക് വെച്ച എന്തേ അവകാശം ഉണ്ടാവില്ലേ? എന്റെ ഹൃദയം കൊണ്ടാണ് നിങ്ങളുടെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു അച്ഛനും മോനും കൂടി കൈകോർത്ത് പിടിച്ച് മിറ്റത്തിങ്ങനെ ഒലാത്തുന്നത്. സത്യാണോ നീ പറയണേ? പിന്നെ അല്ലാണ്ട് ഇനിയിപ്പോ അത് കാണിച്ചത് ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. എന്നാ പിന്നെ നിനക്ക് ആദ്യം ഇങ്ങോട്ട് പറയായിരുന്നില്ലേ? ചേട്ടൻ പറയാൻ സമ്മതിച്ചില്ലല്ലോ. സമ്മതിച്ചില്ലെങ്കിൽ തന്നെ കേറി പറയണ്ട കൊച്ചു കള്ള. എന്റെ മോന്റെ ജീവൻ രക്ഷിച്ച് നിന്നോട് നന്ദി പറയണ്ട ഞാൻ. വോട്ടേറ്റാ, നിനക്ക് വിഷമായ? സാരമില്ല, ഞാൻ എന്റെ കടമ ചെയ്തെന്നേ ഉള്ളൂ. പണ്ടേതോ കാർന്നൂർ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ പല മോക്ഷം കിട്ടാതെയുള്ള എന്റെ ഈ അലച്ചില്. ഞാൻ മരിക്കണ വരെ എന്റെ അച്ഛനായിരുന്നു ഈ മുറ്റത്ത്. ശാപം എനിക്ക് വെച്ച് മാറി അച്ഛൻ മോക്ഷം കിട്ടിപ്പോയി. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കും മോക്ഷം കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഭാഗ്യം വേണ്ട. എന്റെ ദാക്ഷായണിയും മക്കളെയൊക്കെ കണ്ട് എനിക്കിവിടെ ഇങ്ങനെ കറങ്ങി നടക്കാലോ. നീയാണ് അതിന് കാരണക്കാരൻ. എന്റെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, ഞാൻ ഈ മുറ്റത്ത് അവശേഷിക്കുന്നത് നീ കാരണ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ വെറുതെ ബാലകൃഷ്ണൻ കാണാൻ വന്നതാ. അത്രയല്ലേ ഉള്ളൂ. മോൻ പോയി കാണ്, പോയിക്കോ. പിന്നെ അവൻ ഉറങ്ങുക, ഉണർത്തണ്ടട്ടാ. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, ഇതെന്തൊരു ഉറക്കാത്? നേരെ എത്രയെന്ന് അറിയോ? ബാലകൃഷ്ണ, എണീക്കുന്നു. ബഹളമൊന്നും ഉണ്ടാക്കണ്ട. തന്നോടാരാ മുറിക്കകത്ത് വരാൻ പറഞ്ഞത്? എനിക്കെന്താ ഈ മുറിക്കകത്ത് വന്നൂടെ? പാടില്ല, പ്രേതങ്ങളൊക്കെ പുറത്ത് നിന്നാ മതി. ഇത് മനുഷ്യരെ ഉറങ്ങുന്ന സ്ഥലമാ. ഉറങ്ങിക്കോ, ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷേ സൂര്യൻ ഉദിച്ചാ പിന്നെ ബാലകൃഷ്ണൻ ഉറങ്ങാൻ പാടില്ല. സൂര്യന്റെ സൗകര്യം നോക്കിയാണോ ഞാൻ ഉറങ്ങി ഉണരുകയും ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഉറങ്ങും, ഇഷ്ടമുള്ളപ്പോ എനിക്ക്. ഞാനാരാ ചോദിക്കാൻ? ഇനി അതൊക്കെ ഞാൻ തീരുമാനിക്കും. അതെവിടുത്തെ ന്യായം? നല്ല ഒന്നാന്തര ഒരു ഹൃദയം ഈ നെഞ്ചിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാവിലെയും വൈകിട്ടും മുടങ്ങാതെ എക്സസൈസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? കമോൺ കെട്ടടേ ബാലകൃഷ്ണൻ. പറഞ്ഞു ഇത് വലിയ കഷ്ടമായല്ലോ. ഒരു കഷ്ടമില്ല. ആദ്യത്തെ കുറച്ച് ദിവസം വിഷമമൊക്കെ കാണുള്ളൂ, പിന്നീട് ഇതൊക്കെ ഒരു ശീലമായിക്കോളും. നടക്ക് നടക്ക്, ആദ്യ എക്സസൈസ് നടക്ക്. ചായ കുടിക്കട്ടോ? ചായ കുടിക്കട്ടോ? വേണ്ട, ചായ കുടിച്ചിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്തിട്ട് ചായ കുടിച്ചാൽ മതി. ഈ ചെറുക്കനത് എന്ത് പറ്റി? 1 2 3. അയ്യോ, കൈതട്ടി. ഇനിയും 5 6 മതിയാ? 7 മതിയാ? മതി. നമുക്ക് ആ കൃഷ്ണക്കണിയനെ വിളിച്ചൊന്ന് പ്രശ്നം വെപ്പിച്ചു നോക്കിയാലോ? ഈ കവടിയും പളുങ്കും നിരത്തിയെന്ന് പറഞ്ഞ് കൂടിയ ബാധ വിട്ടുപോവോ? വെറുതെ കണിയാന് പൈസ കൊടുക്കാന്നല്ലാതെ. ചത്തവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കണ്ടാവും. അവന്റെ ജീവൻ പോയി നിങ്ങൾ തീർത്ത് പറയാൻ പറ്റുമോ? ഹൃദയം വേറൊരു ശരീരത്തിൽ ഇപ്പോഴും ബാക്കി നിൽക്കല്ലേ? കിടത്തി പൊറപ്പിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വിരട്ടി ഓടിക്കണം. ആ വേലുമൂപ്പനെ കൊണ്ടുവരാം. മൂപ്പന്റെ കയ്യിൽ അടങ്ങാത്ത ബാധയുണ്ടോ? ശിഷ്യ ജ്ഞാനേശ്വര, എന്തോ? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല ഗുരു. എന്നാൽ ഞാൻ കാണുന്നു. ഗതി കിട്ടാതെ ഒരുത്തൻ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഗതി കിട്ടാത്തത് നിന്റെ അച്ഛൻ. കുടത്തില് പാമ്പുണ്ടാവൂട്ടാ. ഓം ബ്രഹ്മകടാഹ ഹിമകാരിണി മന്ത്രമനോജ്ഞരൂപനം. എവിടുന്ന് കിട്ടി പിച്ചക്കാരനെ? ചട്ടിയും കാലൊക്കെ ഉണ്ടല്ലോ അവന്റെ. സ്വാഹ. ഓം ഹ്രീം കാരണി മഹീന്ദ്ര പുണ്യരാശിയും സ്വാഹ. പക്ഷിദോഷം, പർവദോഷം, കാലദോഷം, ജലദോഷം, വായുദോഷം, നിണദോഷം, ദോഷമായ ദോഷമെല്ലാം പോ. ഓം സ്വാഹ. കാളി, കാളിന്റെ പേയും, നീലി, നീലിന്റെ പേയും, പേയായ പേരെല്ലാം പോ. ഓം സ്വാഹ. ഹ്രീം കാരണി. അയ്യോ, നീയാ? എന്താ ഇവിടെ? നിന്നെ ഒഴിപ്പിക്കാനുള്ള പണി എവിടെ നടക്കണേ? സർപ്പദോഷം, ദോഷമായ ദോഷമെല്ലാം പോ. ആ തലയിൽ ചുവന്ന കെട്ടും കെട്ടിയിട്ടുള്ള എല്ലനില്ലേ, അവനാള് പശക.
സ്വാഹ. നിന്നെ ഓടിക്കാൻ നോക്കി നോക്കി അവസാനം ഞാൻ ഓടേണ്ടി വരുമെന്ന് എന്റെ പേടി. ആഹാ, അത്രയ്ക്കായോ? എന്നെ കണ്ടിട്ട് നീ മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ? നിന്നേക്കാൾ വലിയവനെ കണ്ടിട്ടുണ്ട്. അവനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട്, ഒഴിപ്പിച്ചിട്ടുണ്ട്. ആഹാ, അത്രയ്ക്കായോ? ഏ? അവൻ എന്റെ മോന്റെ അടുത്തേക്ക് വരണേ. ഞാൻ ചോദിക്കുന്നു, ഒഴിച്ചു പോട്ടോത്. അയ്യോ എന്തേ? അവൻ എന്റെ മോനെ തല്ലണു. അത്രയ്ക്കായോ? അവന് വേദനിക്കണ്ടോ? അയ്യോ പിരിഞ്ഞു പോവാ. അയ്യോ, അടിക്കല്ലേ? അടിക്കല്ലേ? മതി അടിച്ചത്. അടിക്കട്ടെ, എത്ര പറഞ്ഞു അടിക്കട്ടെ, അവൻ ഒഴിഞ്ഞു പോയാൽ മതി. അടിച്ചോ. അയ്യോ, മുന്നൂറ് ഒഴിഞ്ഞു പോവാ. നീ കാരണം അവന് തല്ലുകൊള്ളണേ. ഞാൻ അവന്റെ അച്ഛനാ. മരിച്ചുപോയെങ്കിലും ഇനി തന്നുണ്ട്. ചെന്ന് പറയണ വേണ്ടാന്ന്. എടാ ചെന്നെ. ഒഴിഞ്ഞു പോവും. അത്രയ്ക്കായോ? നിന്നെ ഞാൻ ഒഴിപ്പിച്ചു. ബാലകൃഷ്ണ, ഈ പോയില്ലേ? വലിയവനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട്. ബാലകൃഷ്ണ, എന്തിനാ എന്നെ വെറുതെ തല്ലുകൊള്ളുന്നത്? ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു ഞാൻ പോവില്ല, എനിക്ക് നിന്നെ വിട്ട് പോകാൻ സാധിക്കില്ല. നീ പോയില്ലേ? ഇല്ല. ഒഴിയുടെ. പോയില്ലേ? തളർന്നുറങ്ങാ പാവം. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്തുമാത്രം തല്ലാവൻ കൊണ്ടത്. നിനക്കെന്റെ മോനെ തൊടാൻ പറ്റൂലേ? നിനക്ക് അത്രയെങ്കിലും ആവൂലോ. ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോ എപ്പോഴും ഞാൻ കൊതിക്കും എന്റെ ദാക്ഷായനിയും മക്കളും ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന്, ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിലെന്ന് പലപ്പോഴും ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ട്. ആ അവരുടെ ലോകത്ത് നമ്മളില്ലല്ലോ, അല്ലേടോ? അല്ല സാറേ, ഈ പ്രേതത്തിനെ എനിക്കൊന്ന് കാണാൻ എന്താണ് ഒരു മാർഗം? ഞാൻ ഒഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റില്ല. അതല്ലേ എന്റെ പ്രശ്നം. അതെന്താ നിങ്ങൾ പേഴ്സണൽ പ്രേത? എടോ, അതാണോ ഹൃദയബന്ധം. അവന്റെ ഹൃദയമല്ലേ എന്റെ നെഞ്ചത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത് കൊള്ളാലോ. എങ്കിൽ പിന്നെ മരിച്ചുപോയ പലരെയും നമുക്ക് കാണാലോ. അവരുടെ ഹൃദയത്തിൽ നമുക്ക് വെച്ചാ പോരെ? അല്ല, അങ്ങനെ സംഭവിച്ചൂടാ ഇല്ല. ശാസ്ത്രം വളരെയല്ലേ. എടോ, മണ്ടത്തരം പറയാതോ. ഉള്ള പ്രേതത്തിനെ എങ്ങനെയും ഓടിക്കാൻ നോക്കുമ്പോൾ അയാൾ പുതിയ പ്രേതത്തെ കണ്ടുപിടിച്ചോണ്ട് വരുന്നത്. എന്നാ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ഒരു ഒലക്കയുടെ പ്രശ്നം റിസ്ക് ആണ്. ചിലപ്പോ സമാധാനം പറയേണ്ടി വരും. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്ക്. രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ, ഓ പ്രേതങ്ങൾ ഉറങ്ങാറില്ലല്ലോ, വേണ്ട, ഉറങ്ങുമ്പോ തന്നെ വേണമെന്നില്ല, ഒറ്റയ്ക്കിരിക്കുന്ന ഏതെങ്കിലും സമയത്ത് പുറകിലൂടെ ചെന്ന് അവൻ കാണാതെ തലക്കൊരൊറ്റടി, ഒറ്റടിക്ക് തീരണം. ഒരിക്കൽ ചത്തതുകൊണ്ട് അല്ലയോടോ പ്രേതമായത്. പിന്നെങ്ങനെയാ കൊല്ലുന്നത്? ഞാൻ എന്തൊരു മണ്ടനാണ്. അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. തന്നോട് ഉപദേശം ചോദിച്ച എന്നെ വേണം തല്ലാൻ. നിക്ക്, ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. താൻ ഇവിടെ നിന്ന് ആലോചിച്ചോ. അല്ല നിക്ക്, അവന്റെ പേരെന്താന്നാ പറഞ്ഞേ? എബി. അപ്പൊ നസ്രാണി. പിന്നെ എളുപ്പല്ലേ? എങ്ങനെ? കുരിശ്. കുരിശ? അതെ, ഒരു കുരിശ്. കുരിശ് കണ്ടാൽ ഏത് നസ്രാണി പ്രേതവും പേടിക്കും.